നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ രാഹുൽ? ഒന്നുമില്ല. പിന്നെന്താ ഒരു കള്ളത്തരം? ഇല്ലമ്മേ, ഒരു കള്ളത്തരവുമില്ല. മഹിയുടെ കല്യാണം വരുന്നത്. കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ നടക്കണം. ഒടക്കും ബഹളമൊന്നും ഈ വീട്ടിൽ വേണ്ട. ഞാൻ ഒരു പ്രശ്നത്തിനും ഇല്ലമ്മേ. കൂട്ടുകൂടി കള്ളു കുടിച്ച് നടക്കരുത്. ഇല്ല. എന്ത് പറഞ്ഞാലും സമ്മതിച്ച കുഴപ്പമില്ലല്ലോ. അനുസരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, അല്ലേ? അതെ. അല്ല, ഞാൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞതാ. കല്യാണം ഭംഗിയായിട്ട് നടക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞ ഞാൻ അതുപോലെ ചെയ്യാം. നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരുന്നാ മതി. ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ശരി, ഞാനൊന്നും ചെയ്യുന്നില്ല. പോരെ? രേഷ്മ എവിടെ? മോളിലുണ്ട്. രാഹുലേട്ടൻ എന്നെ ഉപദ്രവിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. അയാളെ സൂക്ഷിച്ചൊന്ന് പറഞ്ഞ് വീഴിക്കാൻ നോക്കും. ഒരിക്കലും വീഴരുത്. ഒന്നും കയ്യിൽ നിന്ന് താഴെയും പോരുത്. ഗംഗേ, വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ചു തന്നെയാ രാഹുലേട്ടൻ നിൽക്കുന്നത്. ഞാൻ അറിയാതെ കേട്ടാലേ മനസ്സും കൈയും പാതറും. ഇതിപ്പോ രാഹുലേട്ടൻ ഇങ്ങനെ എന്തേലും പറയുന്ന എനിക്കറിയാം. ആണോ? മിടുക്കി. ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ മിടുക്കിയാത്താൻ. തനിക്ക് ഞാൻ കുറച്ച് എക്സസൈസ് പഠിപ്പിച്ചിരട്ടെ. നല്ല ആരോഗ്യം ഉണ്ടാവും. പഠിപ്പിക്കട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തത്? വേണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ, എന്റെ ടവല് അതിങ്ങെടുത്ത് തന്നെ ഗംഗ. ഓ, നടുവേദന എടുത്തിട്ടാ. പ്ലീസ് ഒന്നെടുക്കൂ. എടുത്തോളൂ, എടുക്കൂ. എന്താ ഗംഗ? ഗംഗ നിക്ക് പോലെ. അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ചെന്ന് കേറി കൊടുക്കണ്ട. ഇവിടെ ഇങ്ങനൊരു ലവ് സ്റ്റോറി നടക്കുന്നുണ്ടായിരുന്നോ? ആവശ്യം വരും, ഉടനെ ആവശ്യം വരും. മഹി, നാളെ നമുക്ക് ഡ്രസ് എടുക്കാൻ പോണം. അയ്യോ, നാളെ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അമ്മേ. അല്ലെങ്കിൽ ഡ്രസ് എടുക്കാൻ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. അതെന്താ മഹിയേട്ടീ പറയുന്നത്? നമ്മുടെ വിവാഹത്തിന്റെ ഡ്രസ്സാ എടുക്കാൻ പോകുന്നേ. അതിന് മഹിയേട്ടനല്ലേ കൂടെ വരേണ്ടത്?
ഇതൊക്കെയല്ലേ വിവാഹത്തിന്റെ പ്രധാന കാര്യങ്ങള്. അതിന്ന് മഹി മാറി നിന്നാ എങ്ങനെയാ? മഹിക്ക് നാളെ തിരക്കാണെങ്കിൽ വേറൊരു ദിവസം പോകാൻ തീരുമാനിക്കുക. അതെങ്ങനെയാ വിശ്വട്ടാ? വിവാഹത്തിന് ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ വൈകി. ബാക്കി എല്ലാ തിരക്കുകളും മാറ്റിവെക്കണം. ഇനി കുറച്ചു ദിവസം ഈ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. എന്താ മഹി, അതല്ലേ വേണ്ടത്? അമ്മ പറയും പോലെ ചെയ്യാം. കണ്ടോ, കാര്യങ്ങൾ പറഞ്ഞ അവന് മനസ്സിലാവും. എന്റെ മകൻ എന്നെ എതിർക്കില്ല. ആ അത് ശരിയാ. അല്ലെങ്കിലും മഹിയേട്ടനല്ലേ അമ്മയുടെ പ്രിയപുത്രൻ. ഞാനും രാഹുലും ഒക്കെ അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതെ, ഈ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കുശുമ്പില്ലാതെ ഇല്ല. ആരും ഒരു കുശുമ്പ് എടുത്തിട്ട് ഒരു കാര്യമില്ല. മഹി തന്നെയാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹവും എന്റെ വലിയൊരു സ്വപ്ന. ഇത് നമുക്ക് ആഘോഷമാക്കണം. അതെ നാത്തൂനെ, നാത്തൂനൊപ്പം എല്ലാത്തിനും ഞാനും ഉണ്ടാവും. മാളു എന്തെങ്ങനെ ഇരിക്കുന്നെ? എടുത്ത് കഴിക്ക്. നമുക്ക് നാളെ ഡ്രസ് എടുക്കാൻ പോണ്ടേ? ഞാനില്ല. അങ്ങനെ പറയില്ലേ മാളു. മോളും വരണം. മാളുവിനുള്ള ഡ്രസ്സും നമുക്ക് എടുക്കാനുള്ളതാ. ഞാനില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഡ്രസ് വേണ്ട. അങ്ങനെ പറയാതെ. മഹിയുടെ ശ്രേയയുടെ കല്യാണത്തിന് ഷൈൻ ചെയ്യേണ്ടത് മാളുക്കുട്ടിയല്ലേ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. മഹി വിളിച്ചാ മാള് വരില്ലേ? ഞാൻ വരാം, പക്ഷെ എന്റെ കൂടെ ഗംഗയും വരണം. എങ്ങനെ വരും മോളെ? ഗംഗയ്ക്കിവിടെ ഒരുപാട് പണിയുള്ളതല്ലേ. ഗംഗ വന്നാലേ ഞാൻ വരൂ, ഇല്ലാതെ ഞാൻ വരില്ല. മോള് വാശി പിടിക്കണ്ട, ഗംഗ വരില്ല. മാളു ഇവരുടെ കൂടെ പോയിട്ട് വാ. ഇല്ല, ഞാൻ പോവില്ല. എങ്കിൽ പിന്നെ ഗംഗയെ കൂടെ കൊണ്ടുപോവാം. വിശ്വട്ടിന് ഇതെന്തറിഞ്ഞിട്ടാ? എല്ലാരും കൂടി പോയാ ഇവിടുത്തെ കാര്യം ആര് നോക്കും? അതെ, അല്ലെങ്കിൽ വിവാഹത്തിന് ഡ്രസ് എടുക്കാൻ ജോലിക്കാരെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. മാളുവിനെ ഓരോന്ന് പറഞ്ഞ് മയക്കി വെച്ചിരിക്കോ? ഗംഗ കൂടി വന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം? ഇവിടത്തെ ജോലി ചെയ്യാൻ സീമയുണ്ടല്ലോ. ഇങ്ങനെ വാശി പിടിക്കല്ലേ മാളു, പറയുന്ന കേൾക്ക്. ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. എങ്ങ കൂടി വരട്ടെ. താങ്ക് യു മഹി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.